സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും തന്നെ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചവരായിരിക്കും. എങ്ങനെയാണ് സൂപ്പർ ഗ്ലൂവിന് ഇത്രയധികം സ്ട്രെങ്ത് ഉണ്ടാകുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് സൂപ്പർ ഗ്ലൂ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈനോ അക്രിലേറ്റ് എന്നാണ് സൂപ്പർ ഗ്ലൂവിനെ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. ആദ്യം തന്നെ കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോകാം. എങ്ങനെയാണ് സൂപ്പർ ഗ്ലൂ കണ്ടെത്തിയതെന്നും ആരാണ് കണ്ടെത്തിയതെന്നും നമുക്ക് നോക്കാം. സൂപ്പർ ഗ്ലൂവിൻ്റെ കണ്ടെത്തൽ നടക്കുന്നത് 1942 ഈസ്റ്റ്മാൻ കൊഡാക് എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഹാരി കൂവറാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോക്കുകളുടെ സൈറ്റിന് നല്ലൊരു പ്ലാസ്റ്റിക് വേണമായിരുന്നു. ഇതിനുമായി ബന്ധിപ്പിച്ച ഉള്ള റിസർച്ചിനിടയിലാണ് ഈ സൂപ്പർ ഗ്ലൂ കണ്ടെത്താനിടയായത്. എന്നാൽ തോക്കുകളുടെ സൈറ്റിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. കാരണം ഇത് വളരെയധികം ഒട്ടിപ്പിടിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ 1942 ശേഷം പിന്നീട് മറ്റൊരു പരീക്ഷണത്തിനാണ് ഇത് കണ്ടെത്തുന്നത്. അത് 1951 നടക്കുന്നത്. 1951 ചൂടിനെ പ്രതിരോധിക്കാനുള്ള ജെറ്റ് കനോപ്പികൾ വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം നടക്കവെയാണ് വീണ്ടും സൈനോ അക്രിലേറ്റ് എന്ന ഈ പദാർത്ഥത്തെ അവർ കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഫ്രെഡ് ജെയ്നർ 2 പ്രിസങ്ങൾക്കിടയിൽ വെച്ചാണ് ഇതിനെ പരീക്ഷണം നടത്തിയത്. എന്നാൽ ഈ പ്രിസങ്ങൾ സ്ഥിരമായി തന്നെ ഒട്ടിപ്പോയി. അത്രയധികം പശയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. എന്നാൽ 1951 ഇങ്ങനെ ഈ സംഭവം ലാബിൽ കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീട് ഇത് ഒരു ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്താൻ വർഷങ്ങൾ വേണ്ടി വന്നു. അത് നടക്കുന്നത് 1958 1958 സൂപ്പർ ഗ്ലൂവിൻ്റെ ആദ്യ ഉപഭോക്തൃ പതിപ്പായ ഈസ്റ്റ്മാൻ 910 എന്ന പേരിൽ പുറത്തിറങ്ങി. എന്നാൽ പിന്നീട് ഇത് ലോക്ടൈറ്റിന് ലൈസൻസ് നൽകുകയും അവരിതിനെ സൂപ്പർ ഗ്ലൂ എന്നും ലോക്ടൈറ്റ് ക്ലിക്സൈറ്റ് 404 എന്നും പുനർനാമകരണം ചെയ്ത് പുറത്തിറക്കുവാൻ തുടങ്ങി. 1970കളോടെ ഒന്നിലധികം നിർമ്മാതാക്കൾ ഈ ക്യൂബിൻ്റെ ഫോർമുല ഉപയോഗിച്ച് സൂപ്പർ ഗ്ലൂവിൻ്റെ പതിപ്പുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇതൊരു ആഗോള പ്രതിഭാസമായി മാറി. എന്നാൽ സൂപ്പർ ഗ്ലൂവിന് സാധനങ്ങളെ ഒട്ടിക്കാൻ മാത്രമല്ല കഴിയുമായിരുന്നതെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിയറ്റ്നാം യുദ്ധത്തിലാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ ശരിയായ വൈദ്യസഹായം ലഭിക്കുന്നതുവരെ അമിതമായ രക്തനഷ്ടം തടയുന്നതിനായി യുദ്ധക്കളത്തിലെ സൈനികരുടെ മുറിവുകളിലേക്ക് താൽക്കാലികമായി അടയ്ക്കാൻ ഡോക്ടർമാർ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചു. ഈ നൂതന ആശയം എണ്ണമറ്റ ജീവനാണ് വിയറ്റ്നാം വാറിൽ രക്ഷിക്കാൻ സാധിച്ചത്. അവിടെ നിന്നാണ് സൂപ്പർ ഗ്ലൂവിൻ്റെ മെഡിക്കൽ രംഗത്തേക്കുള്ള പരിണാമം നടക്കുന്നത്. എന്നാൽ മെഡിക്കൽ രംഗത്തേക്ക് സൂപ്പർ ഗ്ലൂ അങ്ങനെ കടന്നു വന്നെങ്കിലും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു സൂപ്പർ ഗ്ലൂവിന് വീണ്ടും അതൊരു പ്രാവർത്തികമായി മാറാൻ. അതിൻ്റെ വലിയൊരു കാരണം എന്ന് പറയുന്നത് സൂപ്പർ ഗ്ലൂ വേഗം കട്ടിപിടിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല അത് കൂടുതൽ ചൂടും പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഗ്ലൂ ഒരു പഞ്ഞിയിലേക്കോ ചെറിയ കമ്പിളിയിലേക്കോ വല്ലതും വെക്കുകയാണെങ്കിൽ വേഗം തന്നെ അത് ചൂട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മെഡിക്കൽ രംഗത്ത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് സൂപ്പർ ഗ്ലൂവിനെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ മുറിവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റേണ്ടി വന്നത്. സൂപ്പർ ഗ്ലൂ ഇത്രയധികം പ്രശസ്തമാകുന്നതിന് കാരണം തന്നെ മാർക്കറ്റിംഗ് ആയിരുന്നു. മാർക്കറ്റിങ്ങിനായി അവർ ഉപയോഗിച്ചത് ക്രെയിനുകളിൽ വലിയ കാറ് ബന്ധിപ്പിച്ചായിരുന്നു. ഈ കാറിനെ പോലും ഈ സൂപ്പർ ഗ്ലൂവിന് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നു. അത്രയധികം ശക്തിയായിരുന്നു സൂപ്പർ ഗ്ലൂവിന് ഉണ്ടായിരുന്നത്. ഇതോടുകൂടി തന്നെ സൂപ്പർ ഗ്ലൂവിൻ്റെ ഉപയോഗവും വളരെയധികം കൂടി വന്നു. സൂപ്പർ ഗ്ലൂവിന് ഇത്രയധികം ശക്തി ഉണ്ടെങ്കിലും സൂപ്പർ ഗ്ലൂവിന് ചില പോരായ്മകളുമുണ്ട്. അതിലൊന്നാണ് സ്മൂത്തായിട്ടുള്ള സർഫസുകളിൽ ഈ സൂപ്പർ ഗ്ലൂ ഒട്ടിപ്പിടിക്കില്ല. അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. എന്തുകൊണ്ടാണ് സ്മൂത്ത് സർഫസിൽ സൂപ്പർ ഗ്ലൂ ഒട്ടിപ്പിടിക്കാത്തത്? പോളിമറൈസേഷൻ എന്ന പ്രക്രിയയിൽ കൂടിയാണ് സൂപ്പർ ഗ്ലൂവിന് ഇങ്ങനെ വേഗത്തിൽ തന്നെ ഒട്ടിപ്പിടിക്കുവാനും ഇത്രയധികം സ്ട്രെങ്ത് ഉണ്ടാകുവാനും കാരണം. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ സൈനോ അക്രിലേറ്റ് തന്മാത്രകൾ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവിൻ്റെ തന്മാത്രകൾ വെള്ളത്തിലെ ഹൈഡ്രോക്സിൽ അയോണുകളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഉപരിതലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നീളമുള്ള പോളിമർ ശൃംഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയിനെ എങ്ങനെയാണോ ബന്ധിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വെള്ളത്തിലുള്ള ഹൈഡ്രോക്സിൽ അയോണുകളുമായി സൂപ്പർ ഗ്ലൂ സമ്പർക്കം പുലർത്തുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഗ്ലൂവിന് അല്പം ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ വളരെ മികച്ച രീതിയിൽ ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. സൂപ്പർ ഗ്ലൂ ഇന്ന് ലോകത്ത് പല ആപ്ലിക്കേഷനുകളായി ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് സാധനങ്ങൾ ഒട്ടിച്ച് ചേർക്കുന്നതിനും മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ ആ മുറിവുകൾ അടയ്ക്കുന്നതിനും ഫോറൻസിക് സയൻസിൽ വിരലടയാളങ്ങൾ എടുക്കുന്നതിനുമായിട്ടാണ് ഇന്ന് ഈ സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കുന്നത്. മോണോമറുകൾ എന്നറിയപ്പെടുന്ന ചെറിയ തന്മാത്രകൾ സംയോജിപ്പിച്ച് ആണ് പോളിമർ എന്ന വലിയ ചെയിൻ ശൃംഖല ഉണ്ടാകുന്നത്.
ഈ പ്രക്രിയ സ്വാഭാവികമായോ കൃത്രിമമായോ സംഭവിക്കാവുന്ന ഒന്നാണ്. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുള്ള മോണോമറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നീളമുള്ള ചെയിൻ പോലെയുള്ള പോളിമർ ശൃംഖല ഉണ്ടാക്കുവാൻ സാധിക്കത്തുള്ളൂ. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആറ്റങ്ങൾ അതിൻ്റെ 3 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. സൂപ്പർ ഗ്ലൂ ഇത്രയധികം ശക്തി ഉണ്ടെങ്കിലും സൂപ്പർ ഗ്ലൂവിന് മറ്റൊരു പോരാഴ്കയും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പോളിമറുകൾ ഒരു ചെയിൻ പോലെയാണ് കിടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അതിനെ നേരെ താഴേക്ക് വലിക്കുകയാണെങ്കിൽ അത് എത്ര ഭാരം വേണമെങ്കിലും താങ്ങാൻ കഴിവുള്ളതാണ്. പക്ഷേ അതിനെ സൈഡിലേക്ക് വലിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് പൊട്ടിപ്പോവും. അത് ഈ ചെയിൻ പോലെയുള്ള പോളിമറുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതായത് ഷിയർ ഫോഴ്സിനെ താങ്ങുവാൻ സൂപ്പർ ഗ്ലൂവിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം. സൂപ്പർ ഗ്ലൂവിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.